കേരളത്തിലുള്ള സർക്കാർ മേഖലയിലെ 1090 സീറ്റ് അടക്കം 10,000 BSc നഴ്സിംഗ് സീറ്റുകൾക്ക് ഇപ്രാവശ്യം എൻട്രൻസ് ഏർപ്പെടുത്തും എന്നാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിർബന്ധമായിട്ടും മെഡിക്കൽ മേഖലയിലേക്ക് അല്ലെങ്കിൽ BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പാരൻസും അറിഞ്ഞിരിക്കാൻ. നിങ്ങൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങളെ പറ്റിയാണ് വീഡിയോയിൽ പറയുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു സ്വന്തം രഞ്ജിത്ത് കോളേജ് ഒരു കരിയർ അഡ്വൈസർ. ഇപ്രാവശ്യം എൻട്രൻസ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഏത് ഏജൻസിയെ വെക്കണം അല്ലെങ്കിൽ അതോറിറ്റിയെ വെക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഒരുപക്ഷെ ഈ എൻട്രൻസ് നടത്താതിരിക്കാനുള്ള കാര്യങ്ങൾ പോലും തേടുന്നുണ്ട് എന്ന് ചില പത്രമാധ്യമങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള നിലയ്ക്ക് വിദ്യാർത്ഥി സമൂഹം അല്ലെങ്കിൽ പാരൻസ് തന്നെ ഇറങ്ങണം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ, നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്കറിയാം കേരളത്തിൽ ഒരു എൻട്രൻസ് കമ്മീഷണർ ഓഫീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് കേരളത്തിലുള്ള എഞ്ചിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും അതിൻ്റെ അഡ്മിഷൻ, എൻട്രൻസ് നടത്തി അഡ്മിഷൻ നൽകുന്ന, കൗൺസിലിംഗ് നടത്തി അഡ്മിഷൻ നൽകുന്ന സ്ഥാപനം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അപേക്ഷ നടത്തി ഒരു പ്രവേശനം, ഒരു പ്രൊഫഷണൽ കോഴ്സ് നേടുന്നതിന് പകരം കേരളത്തിൽ നടത്തുന്ന ഈ എഞ്ചിനീയറിംഗ് അഡ്മിഷനിൽ ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള ബയോളജി കൂടി ചേർത്ത് അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റും കൂടി ചേർത്ത് ഒറ്റ അപേക്ഷ കൊണ്ട് ധനനഷ്ടമില്ലാതെ സമയനഷ്ടമില്ലാതെ വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദമില്ലാതെ ഇതിൻ്റെ കൂട്ടത്തിൽ നടത്തിയെടുക്കാവുന്ന സാഹചര്യം നിലനിൽക്കെ പ്രത്യേകിച്ച് കീമിൻ്റെ ഒരു പ്രോസ്പെക്ടസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള തീരുമാനം ലഭിക്കാനായിട്ട് ഏറ്റവും പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങൾ നടത്തുന്ന കീം എന്ന് പറയുന്ന ഈ ഒരു പ്രവേശന രീതിയിലൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒറ്റ അപേക്ഷയിലൂടെ, ഒറ്റ എൻട്രൻസ് നടത്തുന്നതിലൂടെ ഈ ഒരു പ്രൊഫഷണലി കൗൺസിലിംഗ് നടത്തിയ ഒരു സീറ്റ് ലഭിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് ഈ ഒരു തീരുമാനം വരാനായിട്ട് ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനെയും എൻട്രൻസ് കമ്മീഷൻ ഓഫീസിനെയും അതേപോലെ മന്ത്രി വീണ ജോർജ് അവറുകളുടെ ഓഫീസിനെയും നിങ്ങൾക്ക് ഇമെയിൽ വഴി നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും മികച്ച തീരുമാനം വരാനായിട്ട് വിദ്യാർത്ഥികളുടെ സൈഡിൽ നിന്ന് ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു പുഷ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് പോകേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ അതെല്ലാ വിദ്യാർത്ഥികളോടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇത് ആ ഇൻഫർമേഷൻ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കാനും ഏറ്റവും മികച്ച തീരുമാനം വരാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.